Hello everyone. ഇന്ന് നമ്മൾ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് പഠിക്കുന്നത് വെസിക്കുലാർ മോൾ. വെസിക്കുലാർ മോൾ ഇസ് അതർവൈസ് കോൾഡ് ഹൈഡാറ്റിഡിഫോം മോൾ. ഓക്കെ, പ്രഗ്നൻസി ആണ് എന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കണ്ടീഷനാണ് എന്തെന്ന് പറയുന്നത് വെസിക്കുലാർ മോൾ എന്ന് പറയുമ്പോൾ. ഓക്കെ, വെസിക്കുലാർ മോളിനെ ഹൈഡാറ്റിഡിഫോം മോൾ എന്ന് പറയുന്നു. ഒരു റെയർ ആയിട്ടുള്ള ഒരു കോംപ്ലക്സ് ഒബ്സ്ട്രക്റ്റിക്കൽ കണ്ടീഷൻ ആണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന ഹൈഡാറ്റിഡിഫോം അല്ലെങ്കിൽ വെസിക്കുലാർ മോൾ. അബ്നോർമൽ ആയിട്ടുള്ള ട്രോഫോബ്ലാസ്റ്റിക് ടിഷ്യൂസ് ആണ് യൂട്രസിന്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നത് ഡെവലപ്പ് ചെയ്തു വരുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ വെരി സോറി, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തപ്പോൾ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് മാറിപ്പോയതാണ് കേട്ടോ. ഇവിടെയാണ് ഒരു 1000-2000 ആളുകളിൽ ഒരാളിൽ കാണുന്നത്. ഹൈപ്പറമെക്സിസ് ഗ്രാവിഡേറും ഒരുപാട് പേരിൽ കാണും, പക്ഷേ ഹൈഡാറ്റിഡിഫോം മോളാണ് വളരെ കുറച്ച് പേരിൽ കണ്ടുവരുന്നുള്ളൂ. അതുപോലെ തന്നെ ഇതൊരു കോംപ്ലക്സ് ഡിസീസ് കണ്ടീഷനും കൂടെയാണ്. വെസിക്കുലർ മോൾ ഓൾസോ നോൺ ആസ് ഹൈഡാറ്റിഡിഫോം മോൾ ആസ് എ റെയർ ബെനിങ് ട്യൂമർ. കേട്ടോ, ആ വേർഡ് എഴുതുക, അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ്. ഇസ് എ റെയർ ബെനിങ് ട്യൂമർ ദാറ്റ് ഡെവലപ്പ് ഇൻ ദ യൂട്രസ് ഡ്യൂറിങ് ദ പ്രഗ്നൻസി, characterized by an abnormal growth of trophoblastic tissue which would normally develop into the placenta. ഓക്കെ, അപ്പം ഇത് നമ്മുടെ യൂട്രസിൽ കുഞ്ഞാണെന്ന് തെറ്റിദ്ധരിക്കാൻ പറ്റുന്ന ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ നോർമലി നടക്കും. കുട്ടികൾ കുട്ടികൾ അതായത് ഫീറ്റസ് ഡെവലപ്പ് ചെയ്യുന്ന പോലെയുള്ള ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് കാര്യങ്ങളൊക്കെ നടക്കും, പക്ഷേ എന്തായിരിക്കൂല, കുട്ടി ആയിരിക്കൂല. ടൈപ്സ് എന്ന് പറയുമ്പോൾ രണ്ടെണ്ണമാണ് ഉള്ളത്. കംപ്ലീറ്റ് മോളും ഉണ്ട്, പാർഷ്യൽ മോളും ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കുക. കംപ്ലീറ്റ് മോൾ എന്ന് പറയുമ്പോൾ ഇപ്പം എന്താണ്, ഉള്ളി പാരന്റൽ ജനറ്റിക് മെറ്റീരിയൽ ഈസ് പ്രസന്റ്. ഇവിടെ ഫീറ്റൽ ടിഷ്യൂസേ കാണൂല. കംപ്ലീറ്റും എന്തായിരിക്കും വരുന്നത്, ആ ഒരു നോൺ ക്യാൻസറസ് ആയിട്ടുള്ള ആ ഒരു ട്രോഫോബ്ലാസ്റ്റ് ടിഷ്യൂസ് ആയിരിക്കും കാണുന്നത്. ഇവിടെ ഫീറ്റൽ ടിഷ്യൂസേ കാണൂല. പക്ഷെ ചില കേസിൽ ഒരു പോർഷൻ കുട്ടിയും ഫീറ്റൽ ടിഷ്യൂ ഒരു പോർഷൻ ജനറ്റിക് മെറ്റീരിയലും ആയിരിക്കും, മെറ്റേണൽ ജനറ്റിക് മെറ്റീരിയലും ആയിരിക്കും വരുന്നത്. അപ്പം നമ്മളൊരു ഫിഗർ കണ്ടില്ലേ ആദ്യം, ആ ഫിഗർ മനസ്സിൽ എപ്പോഴും ഹൈഡാറ്റിഡിഫോം മോളിൽ ഉണ്ടായിരിക്കണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യുവർ ഡയഗ്നോസ്റ്റിക് മെഷേഴ്സ്. അപ്പോൾ ഡയഗ്നോസ്റ്റിക് മെഷേഴ്സിൽ നമുക്ക് അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് വരുന്ന ഒരു ഇമേജ് ആണ് ആ ഇമേജ്. അതുകൊണ്ടാണ് തുടക്കത്തിൽ ഞാൻ ആ ഒരു പടവും വെച്ചത്. ഓക്കെ, എന്താണ് റിസ്ക് ഫാക്ടേഴ്സ് എന്താണ്? എക്ടോപിക് പ്രഗ്നൻസി ഉള്ള ആളുകൾക്കും പെൽവിക് സർജറി ഹിസ്റ്ററി ഉള്ള ആളുകൾക്കും സെർവൈക്കൽ അല്ലെങ്കിൽ യൂട്രൈൻ അബ്നോർമാലിറ്റീസ് ഉള്ള ആളുകൾക്കും എന്ത് വരാനുള്ള ചാൻസ് ഉണ്ട്? ഈ പറയുന്ന ഹൈഡാറ്റിഡിഫോം മോൾ വരാനുള്ള ചാൻസ് ഉണ്ട്. മനസ്സിലായല്ലോ? 3 റിസ്കുകളാണ് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ റിസ്ക് ഓഫ് ഹിസ്റ്ററി ഓഫ് എക്ടോപിക് പ്രഗ്നൻസി, പെൽവിക് സർജറി ആൻഡ് പ്രീവിയസ് സെർവിക്കൽ അല്ലെങ്കിൽ യൂട്രൈൻ. കോസസ് നമുക്ക് ഓരോ ഹെഡിങ്ങിന് അണ്ടറിൽ പഠിക്കാം. അപ്പൊ നമുക്ക് ഒത്തിരി എഴുതാനും പറ്റും, ഓർമ്മയായിരിക്കും. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് കോസസ് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ജനറ്റിക് ഫാക്ടേഴ്സ്, അബ്നോർമൽ ഫെർട്ടിലൈസേഷൻ, ജനറ്റിക് മ്യൂട്ടേഷൻ, ഫാമിലി ഹിസ്റ്ററി ഓഫ് മോളാർ പ്രഗ്നൻസി. ഇത് ജനറ്റിക് ഫാക്ടേഴ്സ് നമുക്ക് ഈ പറയുന്ന എല്ലാ ഗൈനക് കണ്ടീഷനിലും ഓൾമോസ്റ്റ് ഒക്കെ എഴുതാൻ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ദെൻ റീപ്രൊഡക്റ്റീവ് ഫാക്ടേഴ്സ്, പ്രീവിയസ് മോളാർ പ്രഗ്നൻസി ഉണ്ടായിട്ടുണ്ടെങ്കിൽ, മിസ്കാരേജ് അബോർഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അഡ്വാൻസ്ഡ് ഏജ് 35 വയസ്സിൽ കൂടുന്ന ആളുകൾക്ക് കൂടുതലായിട്ടും കണ്ടുവരുന്നത് എന്താണ്? ഈ പറയുന്ന കൂടുതലായിട്ടല്ല, മീൻസ് ദർസ് എ ചാൻസ് ആണ് അല്ലേ, ഇത് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. മൾട്ടിപ്പിൾ പ്രഗ്നൻസി ആണെങ്കിൽ ചിലപ്പോൾ മേ ബി നമ്മൾ വിചാരിക്കും, അതായത് ഒരു കുഞ്ഞ് ചിലപ്പം നോർമൽ ആയിരിക്കും, മറ്റേ ആൾ അല്ലാതെ വരാം. ചിലപ്പോൾ കംപ്ലീറ്റ്ലി എന്തായിരിക്കും ഹൈഡാറ്റിഡിഫോം മോളായിട്ട് വരും. ഹോർമോണൽ ഫാക്ടേഴ്സ്, ഹോർമോണൽ ഇംബാലൻസ്, then thyroid dysfunction. പിന്നെ ഹോർമോണൽ ഫാക്ടേഴ്സ് ആണ് കേട്ടോ. ഹോർമോണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ആക്ച്വലി ഇപ്പം നമ്മൾ പറയത്തില്ലേ ഈ ട്രോപ്പോബ്ലാസ്റ്റിക് അപ്പോൾ ഈ ട്രോപ്പോബ്ലാസ്റ്റിക്കിന്റെ ഫങ്ഷൻസിനെ ആൾട്രേഷൻ ചെയ്യുന്നത് കൊണ്ടാണ് ഹോർമോണൽ ഫാക്ടേഴ്സിന്റെ ഒരു കോസ് ആയിട്ട് വരുന്നത്. മനസ്സിലായോ? അപ്പം അതുപോലെ തന്നെ ഇപ്പം ഹൈപ്പർ തൈറോയിഡിസം, അതായത് തൈറോയിഡ് ഹോർമോണൽ ഇംബാലൻസസ് നമ്മൾ പറയുന്നത്. ഇതെന്ന് പറയുമ്പോൾ ഹോർമോണൽ ഫാക്ടേഴ്സ് ഈ ട്രോപ്പോബ്ലാസ്റ്റിക്സിനെ അല്ല അതിന്റെ ഫങ്ഷൻസിനെ ചേഞ്ചസ് വരുത്തിയിട്ട് എന്തുണ്ടാക്കും? വെസിക്കുലർ മോൾ ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ എൻവയോൺമെന്റൽ ടോക്സിൻസ്, ഇൻഫെക്ഷൻസ്, ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ഒക്കെ ഇതിന്റെ കാരണങ്ങളാണ്. ഓക്കെ, ദെൻ എൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. ഓക്കെ, ഫസ്റ്റ് ഏർലി സിംറ്റംസ് എന്താന്ന് നോക്കാം.
അതായത് ഒരു 6 to 12 വീക്സിൽ എന്തൊക്കെയായിരിക്കും കാണിക്കുന്നത്, അത് കഴിഞ്ഞിട്ട് 12 to 20 വീക്സിൽ എന്ത് കാണിക്കും, അതായത് എന്താണ് ഓരോ ക്ലിനിക്കൽ ഫീച്ചേഴ്സിൻ്റെ ഓരോ ചേഞ്ചസ് ആണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് നമുക്കൊരു വജൈനൽ ബ്ലീഡിങ് കാണും കേട്ടോ. ഡാർക്ക് ബ്രൗൺ അല്ലെങ്കിൽ ബ്രൈറ്റ് റെഡ് കളറിലുള്ള വജൈനൽ ബ്ലീഡിങ് കാണും. ഈ ബ്ലീഡിങ്ങിൻ്റെ കളർ ഡിഫറൻസിന് ഒരു ഇതുണ്ട് കേട്ടോ. അത് നമുക്ക് എന്തെങ്കിലും എപ്പോഴെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ അതൊന്ന് പറഞ്ഞുതരാം. പിന്നെ എന്താണ്, സിവിയർ ആയിട്ടുള്ള നോസിയ, വോമിറ്റിംഗ്, ഫറ്റീഗ്, അബ്ഡോമിനൽ ക്രാമ്പിങ്, അതായത് വയറ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പം ഒന്ന് അങ്ങനെ ഓർത്ത് വെച്ചാൽ, അതായത് ജനറലി കാണുന്ന ഫസ്റ്റ് സിംറ്റംസ്. പ്രോഗ്രസീവ് സിംറ്റംസ് ആണ് യൂട്രൈൻ സൈസ് ലാർജർ, അതായത് ഇത് പെട്ടെന്ന് വളരുമല്ലോ. നമുക്ക് കുഞ്ഞ് വളരുന്ന എങ്ങനെ, ഓരോ പതുക്കെ 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 ഇല്ലേ, ഇത് പെട്ടെന്ന് യൂട്രസ് എന്ത് ചെയ്യാൻ തുടങ്ങും, വലുതാകാൻ തുടങ്ങും. ഇത് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ക്ലിനിക്കൽ ഫീച്ചർ ആണ്. ദെൻ ഫീറ്റൽ ഹാർട്ട് ബീറ്റ് ആബ്സെൻ്റ് ആയിരിക്കും. നമ്മൾ മറ്റേ FSH ഒക്കെ നോക്കുമ്പോൾ അന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല എക്സസീവ് ആയിട്ടുള്ള യൂട്രൈൻ ഗ്രോത്ത് ഉണ്ടോ, പെട്ടെന്നാണ്. അതായത് മറ്റു തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, ഭയങ്കരമായിട്ടുള്ള ഗ്രോത്തും കാണും. അപ്പം ഗ്രോത്ത്, അതായത് നമുക്കറിയാലോ, കുഞ്ഞ് വളർന്ന് വലുതാവുമ്പോൾ, അതായത് ഫീറ്റൽ ഗ്രോത്ത് വരുമ്പോഴത്തേക്ക് നമുക്കൊരു പെൽവിക് പ്രഷർ തോന്നും. അതുപോലെ ഇവിടെ നേരത്തെ തോന്നും, മനസ്സിലായില്ലേ, ആ ഒരു വെയിറ്റ് വന്നിട്ട് പെൽവിക് പ്രഷർ തോന്നും. ദെൻ സിവിയർ സിംറ്റംസ് എന്തായിരിക്കും, സിവിയർ ആയിട്ടുള്ള, പിന്നെ അബ്ഡോമിനൽ പെയിൻ ഭയങ്കരമായിട്ട് കൂടും, വജൈനൽ ബ്ലീഡിങ് ഭയങ്കരമായിട്ട് വരും, അത് പിന്നെ ഇൻഫെക്റ്റഡ് ആവും, ഇൻഫെക്ഷൻസ് വന്നിട്ട് ഫീവർ ഉണ്ടാവും, പിന്നെ ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് വരും. ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് ഇപ്പോൾ നമ്മൾ നോർമലി ഒരു പ്രഗ്നൻസി സമയത്തും ഷോർട്ട്നെസ് ഓഫ് ബ്രെത്തിൻ്റെ ഒരു ഇതൊക്കെ കാണിക്കും. പിന്നെ ഇവിടെ എന്ന് പറയുന്നത് മെറ്റാസ്റ്റാസിസ് ഒക്കെ നടക്കാനുള്ള ചാൻസ് കൂടുതലാണ്. നോൺ ക്യാൻസറസ് ആണെങ്കിലും മെറ്റാസ്റ്റാസിസ് വരാനൊക്കെ ചാൻസ് വളരെ കൂടുതലാണ്. ഇനി നമുക്ക് ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻസ് അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കാം. മെഡിക്കൽ ഹിസ്റ്ററി, നോർമലി മെഡിക്കൽ ഹിസ്റ്ററി, ഫിസിക്കൽ എക്സാമിനേഷൻ, പിന്നെ ഒബ്സ്ട്രറ്റിക്കൽ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി, എല്ലാമൊക്കെ നോക്കി ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് എന്താ കാണിക്കുന്നത്, നേരത്തെ ഇത്രയും സഡൻ എന്താണ് ഗ്രോത്ത് അല്ലെങ്കിൽ സഡൻ സൈസ് ഭയങ്കരമായിട്ട് കൂടുന്നു, അബ്ഡോമിൻ സൈസ് കൂടുതലായിരിക്കും. പിന്നെ നമ്മൾ ട്രാൻസ്വജൈനൽ അല്ലെങ്കിൽ അബ്ഡോമിനൽ അൾട്രാസൗണ്ട് നോക്കും, അതായത് യൂട്രസിൻ്റെ സൈസും ഷേപ്പും ഫീറ്റസിൻ്റെ ഡെവലപ്മെൻറ്റും കാര്യങ്ങളും അബ്നോർമാലിറ്റി. ഇപ്പം നമ്മൾ ഫീറ്റൽ ഗ്രോത്ത് ഒക്കെ ആണെങ്കിൽ നമ്മൾ ട്രാൻസ്വജൈനൽ എക്സാമിനേഷൻ ചെയ്ത് നോക്കൂലേ, അപ്പം ഇവിടെ നോക്കുമ്പോൾ എന്തായിരിക്കും, ഒന്നും കാണത്തില്ല, കുഞ്ഞിൻ്റെ അല്ലെങ്കിൽ ഹാർട്ടോ സാക്കോ കാര്യങ്ങളൊന്നും കാണില്ല. പകരം ആര് കാണും, ഈ പറയുന്ന ഹൈഡാറ്റിഡിഫോ മോളിനെ ആയിരിക്കും നമ്മൾ കാണുന്നത്. പിന്നെ നമ്മൾ അൾട്രാസൗണ്ട് എടുക്കുമ്പോഴത്തേക്ക് ഒരു ഗ്രേപ്പ് ലൈക്ക് സ്റ്റോം ലൈക്ക് സ്ട്രക്ചർ എന്നൊക്കെ പറയത്തില്ലേ, അത് നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ HCG നമ്മൾ നോക്കും കേട്ടോ. HCG നമ്മൾ നോക്കും, അതായത് നമ്മൾ ഇതിന് മുന്നേ കണ്ടീഷൻ പറഞ്ഞപ്പോഴും പറഞ്ഞു, മോളാർ പ്രഗ്നൻസി ഒക്കെ വരുമ്പോൾ ഭയങ്കരമായിട്ട് HCG ഹോർമോൺ ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ സിവിയർ ആയിട്ടുള്ള വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ പേഷ്യൻറ്റിന് വരും. പിന്നെ നോക്കാം, അനീമിയ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടോ, വേറെ എന്തെങ്കിലും ഇപ്പോൾ കോംപ്ലിക്കേഷൻസ് പേഷ്യൻ്റ് ഉണ്ടായിട്ടുണ്ടോ എന്നറിയാൻ നമ്മൾ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കുന്നു. ബ്ലഡ് ടൈപ്പ്, ആർച്ച് ഫാക്ടർ കാര്യങ്ങളൊക്കെ വേണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ഇവാക്യുവേറ്റ് ചെയ്ത് കളയാനാണെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും നേരത്തെ നോക്കി വെക്കും. പിന്നെ എന്താണ് ഇപ്പം പ്രൊസീജിയർ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും നമ്മൾ ക്ലോട്ടിങ് ടൈം, ബ്ലീഡിങ് ടൈം അതൊക്കെ നോക്കൂലേ, അതൊക്കെ നമ്മൾ നോക്കും. ഇനി ഡയഗ്നോസ്റ്റിക് മെഷേഴ്സിൽ പിന്നെ ഇമാജിൻ സ്റ്റഡീസിലായിട്ട് വരുന്നതാണ് ട്രാൻസ്വജൈനൽ അൾട്രാസൗണ്ട് അല്ലേ. മോളാർ പ്രഗ്നൻസി ആണോ എന്നുള്ള കൺഫർമേഷൻ ടെസ്റ്റിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ട്രാൻസ്വജൈനൽ അൾട്രാസൗണ്ട് നമ്മൾ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ സൈസും ഓവേറിയൻ ആക്ടിവിറ്റീസ്, ഫീറ്റൽ പാർട്സ് ഒക്കെ ഉണ്ടോ, ഇപ്പം പാർഷ്യൽ ആണെങ്കിൽ ഫീറ്റൽ പാർട്ടും കാര്യങ്ങളൊക്കെ കാണുമല്ലോ, അത് നമ്മൾ നോക്കും. പിന്നെ അതുപോലെ തന്നെ പെൽവിക് MRI എടുത്ത് നോക്കും, ഓവറി മോർഫോളജി കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് ഇനി അടുത്തുള്ള പ്രഗ്നൻസി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണിത് നമ്മൾ കൂടുതൽ നോക്കുന്നത്. ചെസ്റ്റ് എക്സ്റേ എടുത്ത് നോക്കും, എന്തിനാണ് പൾമണറി മെറ്റാസ്റ്റാസിസ് വന്നോട്ടുണ്ടോ എന്നറിയാം. ഞാൻ പറഞ്ഞില്ലേ, അത് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണെന്ന്, അതിനാണ് ചെസ്റ്റ് എക്സ്റേ എടുക്കുന്നത്. അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെസ്റ്റ് എക്സ്റേ എടുക്കൂ. ചെസ്റ്റ് എക്സ്റേ ഇവിടെ നിർബന്ധമല്ല. ഇൻ കേസ് നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ മെൻഷൻ ചെയ്യുക, റൂൾ ഔട്ട് പൾമണറി മെറ്റാസ്റ്റാറ്റിസ് ആൻഡ് നോ ഇഫ് നീഡഡ് എന്ന് എഴുതിയാലും മതി. പിന്നെ ഹിസ്റ്റോപത്തോളജിക്കൽ എക്സാമിനേഷൻ എന്തായിരുന്നു, ഡയലിറ്റേഷനും ക്യൂററ്റേജും ചെയ്തിട്ട് എന്താണ്, അതായത് നമ്മളറിയാലോ സർജിക്കൽ റിമൂവൽ നോക്കിയിട്ട് അതിൻ്റെ എക്സാമിൻ ചെയ്ത് നോക്കും, എന്താണ് ഇതെങ്ങനെ ഉണ്ടായി, എന്തായിരിക്കും അതിൻ്റെ ഫാക്ടേഴ്സ് കാര്യങ്ങളൊക്കെ നോക്കുന്നു. പിന്നെ ടിഷ്യൂസ് ഒക്കെ നോക്കുന്നു, മോളാർ പ്രഗ്നൻസിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് പാർഷ്യൽ ആണോ കംപ്ലീറ്റ് ആണോ, എത്രത്തോളം എഫക്റ്റ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഹിസ്റ്റോപത്തോളജിക്കൽ അനാലിസിസ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ മെഡിക്കൽ മാനേജ്മെൻറ്റ് മെയിൻലി നമ്മൾ ചെയ്യുന്നത് ഡയലിറ്റേഷനും ക്യൂററ്റേജും ആണ്. ഓക്കെ, പിന്നെ ചില കേസസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇപ്പം രണ്ട് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഹിസ്റ്ററക്ടമി ചെയ്യും. കാരണം ഇനിയും എന്താണ് ദർ ഇസ് എ റിസ്ക് ഫോർ ദ ഡെവലപ്പ് എന്താണ് മോളാർ പ്രഗ്നൻസി. ദർ ഇസ് എ റിസ്ക് ആണ് അല്ലേ, മോളാർ പ്രഗ്നൻസി പിന്നെയും വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ മെഡിക്കൽ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എക്സ്പെക്റ്റഡ് മാനേജ്മെൻറ്റ് നമ്മൾ സീരിയലി ബീറ്റ് HCG നമ്മൾ നോക്കും. ഇപ്പം എങ്ങനെയാണ്, അതായത് ഇപ്പം എന്ത് കൈൻഡ് ഓഫ് മാനേജ്മെൻറ്റ് നമ്മൾ കൊടുക്കണമെന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, HCG നമ്മൾ നോക്കുന്നത്. എത്ര ലെവൽ എന്തായി, എന്ത് മാനേജ്മെൻറ്റ് നമുക്ക് പ്രൈമറി കൊടുക്കാൻ പറ്റും. പിന്നെ മെഡിക്കൽ അബോർഷൻ നമ്മൾ ചെയ്യും, അതായത് മെത്തോട്രക്സേറ്റ് ഇമ്പോർട്ടൻറ്റ് ഡ്രഗാണ്. ഡ്രഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഡ്രഗാണ് മെത്തോട്രക്സേറ്റ്. നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ചില നമ്മൾ ഒ ബി ജി ഡ്രഗ്സ് ഇല്ലേ, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന മെത്തോട്രക്സേറ്റ് ആണ്. അപ്പോൾ അത് പഠിച്ചു വയ്ക്കുക. ഒത്തിരി സ്ഥലത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രഗാണ് മെത്തോട്രക്സേറ്റ്. ഓക്കെ, അതുപോലെ ഒത്തിരി ഡ്രഗുകളുണ്ട്, നമുക്ക് അത് പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ദെൻ സർജിക്കൽ മാനേജ്മെൻ്റ് ആണ്. ഡയലറ്റേഷൻ, ക്യൂററ്റേജ് ചെയ്ത് കളയുക, യൂട്രിൻ ഇവാക്വേഷൻ നമ്മൾ ചെയ്യും, മോളാർ ടിഷ്യൂസ് ഒക്കെ നമ്മൾ ഇവാക്വേറ്റ് ചെയ്യും. ഇതൊക്കെയാണ് സർജിക്കൽ ആൻഡ് മെഡിക്കൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ പോസ്റ്റ് കെയർ നിങ്ങൾ ഡെഫിനറ്റ്ലി എഴുതണം കേട്ടോ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാം കൊണ്ട് ചെന്നാൽ എവിടെ എഴുതുമെന്ന് അറിയുമോ? നഴ്സിംഗ് ഇൻ്റർവെൻഷനിൽ എഴുതും. ഈ നഴ്സിംഗ് ഇൻ്റർവെൻഷൻസ് അവർ നോക്കും, പക്ഷേ നോക്കുന്നത് എന്തിൻ്റെ ബേസിസിലായിരിക്കും? നഴ്സിംഗ് ഡയഗ്നോസിസിൻ്റെ ബേസിസിലായിരിക്കും നോക്കുന്നത്. നമ്മൾ നഴ്സിംഗ് ഡയഗ്നോസിസ് നല്ല വൃത്തിയായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ നഴ്സിംഗ് ഇൻ്റർവെൻഷൻ അധികം അവർ ശ്രദ്ധിക്കത്തില്ല. പിന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ മാത്രം എഴുതുക, വെറുതെ നമ്മൾ അതും ഇത് എഴുതി സമയം കളയാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഴുതുക. പക്ഷേ ഇവിടെ നമ്മൾ പോസ്റ്റ് കെയർ എഴുതുക എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഡയഗ്നോസിസ് നമ്മൾ ചെയ്തു, മെഡിക്കൽ മാനേജ്മെൻറ്റ് കൊടുത്തു. മെഡിക്കൽ മാനേജ്മെൻറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ പേഷ്യൻ്റ് എന്താ പോസ്റ്റ് കെയർ കൊടുക്കുക? ബീറ്റ HCG മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കുക. എന്താണ് കംപ്ലീറ്റ് ആയിട്ട് അതായത് HCG പ്രൊഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ ആരുണ്ട്? ഹൈഡാക്റ്റീവ് ഫോം ഇപ്പോഴും പ്രസൻ്റ് ആണ്. അപ്പോൾ മോണിറ്റർ ചെയ്യുക, അൾട്രാസൗണ്ട് എടുക്കുക, വേറെ എന്തെങ്കിലും യൂട്രൈൻ ഇൻവല്യൂഷൻസോ കാര്യങ്ങളോ വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ നോക്കുക. പിന്നെ ഒരു വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് തിങ് ആണ് അഡ്വൈസ് അഗെയിൻസ്റ്റ് പ്രഗ്നൻസി. പിന്നെ നമ്മൾ പറയുന്നത് നോർമലി ഒരു 1 year വരെ പ്രഗ്നൻ്റ് ആവരുതെന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ 1 to 2 years വരെയും പ്രഗ്നൻ്റ് ആവുക, കൺസെപ്ഷൻ ഇല്ലാതിരുന്നത് ഏറ്റവും നല്ലതാണ്. റെഗുലർ ആയിട്ടുള്ള ചെക്കപ്പ്, കാരണം നമ്മൾ പറഞ്ഞു കോംപ്ലിക്കേഷൻസും വരാം, റീഒക്കറൻസ് വരാനുള്ള ചാൻസ് ഉണ്ടായതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, റെഗുലർ ആയിട്ടുള്ള ചെക്കപ്പ് നമ്മൾ ചെയ്യണം പറയുന്നത്. ദെൻ ട്രീറ്റ്മെൻറ്റ് അലോഗ്രതം. ഇത് നിങ്ങൾ എന്താന്നൊക്കെ പറഞ്ഞാലും നിങ്ങൾ എഴുതണം കേട്ടോ, ഡെഫിനറ്റ്ലി നിങ്ങൾ എഴുതണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്ന് ഞാൻ 100% ഉറപ്പ് തരാണ്. ട്രീറ്റ്മെൻറ്റ് അലോഗ്രതം ഒരു ബോക്സ് വരച്ച് നിങ്ങൾ ആൻസർ ഷീറ്റിൽ എഴുതുക. ഡയഗ്നോസിസ് ചെയ്യുന്നു, സ്റ്റേജിങ് കണ്ടുപിടിക്കുന്നു, അതിന് ഒന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇതിലുണ്ട് നിങ്ങൾക്ക് എത്ര അറിയാം എന്നുള്ളത്. അപ്പോൾ എന്താണ് നമ്മൾ പറയുന്നത്? ഓക്കെ, ഫസ്റ്റ് ഡയഗ്നോസിസ് ചെയ്യുക, സ്റ്റേജിങ്, അപ്പോൾ കാർസിനോമ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള സ്റ്റേജിങ് ഒക്കെ ചെയ്ത് സർജിക്കൽ മാനേജ്മെൻറ്റ്. കാർസിനോമ ആണെങ്കിൽ നമ്മൾ കീമോതെറാപ്പി കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. പിന്നെ ഫോളോ അപ്പ് എഴുതുക. നിങ്ങൾക്ക് പറ്റുന്ന എല്ലാ കണ്ടീഷനിലും ട്രീറ്റ്മെൻറ്റ് അലോഗ്രതം എന്നും പറഞ്ഞ് നിങ്ങൾ എഴുതണം കേട്ടോ. എൻ്റെ ഒരു അഡ്വൈസ് ആയിട്ട് കൊടുക്കുക. ഞാനൊന്നും എഴുതിയിട്ടില്ല, അപ്പോൾ നിങ്ങളെങ്കിലും ഈ വീഡിയോ കാണുന്നവരെങ്കിലും നിങ്ങളത് എഴുതുക. ഡെഫിനറ്റ്ലി നിങ്ങൾക്കത് യൂസ്ഫുൾ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എഴുതുക. ഓക്കെ, നഴ്സിംഗ് ഡയഗ്നോസിസ് ഞാൻ ഒരു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, നഴ്സിംഗ് ഡയഗ്നോസിസ് നമുക്ക് ഓരോ അണ്ടറിൽ എഴുതാൻ പറ്റുമെന്ന്. ഇപ്പം ഇത് കണ്ടോ, ഫിസിക്കൽ നഴ്സിംഗ് ഡയഗ്നോസിസ് എന്തൊക്കെയായിരിക്കും? ഫിസിക്കലി കാണിക്കുന്ന നഴ്സിംഗ് ഡയഗ്നോസിസ്, ബ്ലീഡിങ് ഉണ്ടാവും, അക്യൂട്ട് പെയിൻ ഉണ്ടാവും. ഈ റിസ്ക് ഫോർ ബ്ലീഡിങ് എന്ന് എഴുതി നമ്മൾ പറഞ്ഞല്ലോ, പ്രൈമറി സിംറ്റം ആണ് ബ്ലീഡിങ് എന്ന് പറയുന്നത്, പിന്നെ പെയിൻ കാണിക്കുന്നുള്ളൂ. സോ അതുകൊണ്ടാണ് കേട്ടോ അക്യൂട്ട് പെയിൻ ഞാൻ രണ്ടാമത് എഴുതിയത്. ദെൻ ഇൻഫെക്ഷൻ ഉണ്ടാവാം, ഫ്ലൂയിഡ് വോളിയം ഡെഫിസിറ്റ് ഉണ്ടാകും, കാരണം എക്സസീവ് ആയിട്ടുള്ള ബ്ലീഡിങ് നടക്കുമ്പോൾ ഫ്ലൂയിഡ് വോളിയം ഡെഫിസിറ്റും റിസ്ക് ഫോർ ഇൻഫെക്ഷനും വരും. ഇമോഷണൽ ഡയഗ്നോസിസ് ഇത് ജനറലി തന്നെയാണ്. ഞാൻ അഡൾട്ടിൽ ഒത്തിരി നഴ്സിംഗ് ഡയഗ്നോസിസ് എഴുതിയിട്ടുണ്ട്, പക്ഷെ നമ്മൾ ഗൈനക്കിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ അത്രയും വെച്ചിട്ടില്ല. ഇമോഷണൽ നഴ്സിംഗ് ഡയഗ്നോസിസ് ഇതൊരു 5 പഠിച്ചു വെച്ച് അല്ലെങ്കിൽ 4 പഠിച്ചു വെച്ചാൽ എല്ലായിടത്തും കൊണ്ട് ചെന്നാൽ അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. ആൻസൈറ്റി, ഫിയർ, ഗ്രീഫ്, പിന്നെ ഇമോഷണൽ ഡിസ്ട്രസ്. ഗ്രീഫ് എഴുതണം എന്ന് പറഞ്ഞാൽ ഇപ്പം പ്രഗ്നൻസി അവർ പ്രതീക്ഷിച്ചിരുന്ന ഒരു കുഞ്ഞിനെ പ്രതീക്ഷിച്ചിരുന്നത് കിട്ടുന്നില്ലല്ലോ. സോ ദ ലോസ് ഓഫ് പ്രഗ്നൻസി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദാറ്റ്സ് വിൽ ലീഡ്സ് ടു ഗ്രീഫ്. പിന്നെ ക്യാൻസർ ആണോ എന്നുള്ള പേടി ഉണ്ടാവും. കോംപ്ലിക്കേഷൻ, ജസ്റ്റേഷണൽ ട്രോഫോബ്ലാസ്റ്റിക് നിയോപ്ലൈഷ്യ ഉണ്ടാകുക,
കൊറിയോ കാർസിനോമ ഉണ്ടാകാം. ഇതൊക്കെ റെയർ ആണ് കേട്ടോ കൊറിയോ കാർസിനോമ എഴുതുക. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ കൊറിയോ സ്റ്റേജിങ് ഒക്കെ നമ്മൾ നോക്കുമെന്നല്ല അലോഗ്രതത്തിൽ. കാരണം എന്ന് പറഞ്ഞാൽ ഒരു അഗ്രസീവ് ആയിട്ടുള്ള ക്യാൻസർ ആണ്, പക്ഷെ റെയർ ആണെങ്കിലും ചാൻസ് ഉണ്ട്. പിന്നെ ഡെഫിനറ്റ്ലി പൾമണറി എംബോളിസം, തൈറോയ്ഡ് ഡിസ്ഫങ്ഷനും പേഷ്യൻ്റ് കാണിക്കും. സോ നിങ്ങൾക്ക് വീഡിയോ മനസ്സിലായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്ത് കാര്യം എനിത്തിങ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് പ്ലീസ് കമൻറ്റ്. പിന്നെ ഇന്ന് വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. എന്ത് ഡൗട്ട്സ് നിങ്ങൾ എന്തെങ്കിലും ഒരു ടോപ്പിക്ക് സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അതായിരിക്കും നെക്സ്റ്റ് പ്രയോറിറ്റി. ഞാൻ അടുത്ത നാം പ്ലാൻ ചെയ്തിട്ടുണ്ട് എക്ടോപിക് പ്രഗ്നൻസി ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ടോപ്പിക്ക്, നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്സ് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാൻ മറക്കരുത്. സോ ഐ എം വെയിറ്റിംഗ് ഫോർ യുവർ മെസ്സേജസ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.